ഹലോ ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. സോ നമ്മുടെ റെയിൽവേ അല്ലെ, നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റെയിൽവേ ഈ വർഷം ഇപ്പോ അതായത് കഴിഞ്ഞ ദിവസമായിട്ട് 3 എക്സാംസിന്റെ ഡേറ്റ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മുടെ റെയിൽവേയുടെ പ്രൊസീജിയേഴ്സ് എല്ലാം പെട്ടെന്ന് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എക്സാംസ് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ പ്രിപ്പറേഷനും അതേ സ്പീഡിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ റെയിൽവേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ALP എക്സാമിന് അല്ലേ, അസിസ്റ്റന്റ് ലോക്കോമോട്ടീവ് പൈലറ്റ് അല്ലേ, ALPയുടെ എക്സാം ഡേറ്റ് റെയിൽവേ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാണ് ALPയുടെ എക്സാം വരുന്നത്? ഫെബ്രുവരി 16 മുതൽ 18 വരെയാണ് ഈ വർഷത്തെ ALP എക്സാം ഡേറ്റ്. എന്നാണ് ഫെബ്രുവരി 16 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് അടുപ്പിച്ച് റെയിൽവേ കുറേ എക്സാംസ് ഡേറ്റ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മാത്രം 3 ദിവസത്തെ എക്സാംസ് ആണ് റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ALPയുടേത്, അതേപോലെ തന്നെ ടെക്നീഷ്യന്റെ ഡേറ്റ്, ദെൻ ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ JEE 3 എക്സാംസിന്റെ ഡേറ്റ് റെയിൽവേ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. ALPയുടെ എക്സാം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 16 മുതൽ 18 വരെയാണ് ALPയുടെ എക്സാം ഡേറ്റ് വരുന്നത്. ആൻഡ് ടെക്നീഷ്യന്റെ ഡേറ്റ് മാർച്ച് 5 മുതൽ 9 വരെയാണ് റെയിൽവേ ടെക്നീഷ്യൻ എക്സാം ഡേറ്റ് വരുന്നത്. ആൻഡ് അവൻ്റെ അപ്രോക്സിമേറ്റ് വേക്കൻസീസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ALPക്ക് 9,170 വേക്കൻസീസ് ഉണ്ട്. എക്സാം ഡേറ്റ് ഫെബ്രുവരി 16 മുതൽ 18 വരെയാണ് എക്സാം ഡേറ്റ്. ടെക്നീഷ്യൻ മാർച്ച് 5 മുതൽ 9 വരെയാണ്. JEEയുടേത് നമ്മുടെ ALP എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഡേറ്റ് നോക്കിയാൽ അറിയാം, ഫെബ്രുവരി 18 ALPയുടെ എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഫെബ്രുവരി 19 തന്നെ JEEയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒട്ടും ഡിലേ ഇല്ലാതെ ഈ വർഷത്തെ എക്സാമുകളെല്ലാം പെട്ടെന്ന് റെയിൽവേ നടത്തുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കേസിന്റെ ഒക്കെ കാരണം കൊണ്ട് ഗ്രൂപ്പ് ഡി ഒക്കെ എക്സാം ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പോൾ റെയിൽവേ എല്ലാം അവരുടെ പ്രോസസ്സ് എല്ലാം നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. അപ്പം റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. റെയിൽവേ എല്ലാം പെട്ടെന്ന് തന്നെ ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പെട്ടെന്ന് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ALP എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഫെബ്രുവരി 19 തന്നെ JEEയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ JEEയുടെ എക്സാം 3 മാർച്ച് ക്യാപിറ്റാണ്, ബട്ട് 3 മാർച്ചിന് തീരുന്ന എക്സാം. അതിനുശേഷം തന്നെ, അതായത് 3 മാർച്ചിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെയാണ് RRB ടെക്നീഷ്യൻ ഡേറ്റ് വരുന്നത് 5 മുതൽ 9 വരെ. അപ്പോൾ ഈ 3 എക്സാംസും കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാരാമെഡിക്കലിന്റെ ഡേറ്റും അതിനടുത്തായിട്ട് അല്ലെ, നമ്മുടെ ടെക്നീഷ്യൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസങ്ങൾ ഈ എക്സാംസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒട്ടും ലാഗ് ഇല്ല അവിടെ. അതായത് ഒരു എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാരാമെഡിക്കലിന്റെ ഡേറ്റ് 10 മുതൽ 13 മാർച്ച് വരെ. ഈ 4 എക്സാംസിന്റെയും ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റെയിൽവേ റിലീസ് ചെയ്തു. അപ്പൊ ഇതിനു മുൻപ് ഈ വർഷം ആദ്യം റെയിൽവേ റിലീസ് ചെയ്ത എക്സാം സെക്ഷൻ കൺട്രോളറിന്റെ എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റെയിൽവേ സെക്ഷൻ കൺട്രോളറിന്റെ എക്സാം ഡേറ്റ്, സെക്ഷൻ കൺട്രോളറിന്റെ എക്സാം ഡേറ്റ് എന്നത്തേക്കാണ്? ഫെബ്രുവരി 11-12 തീയതിയിലാണ് റെയിൽവേ സെക്ഷൻ കൺട്രോളർ എക്സാം വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ള ALP 12-ന് സെക്ഷൻ കൺട്രോളർ കഴിഞ്ഞാൽ പിന്നെ ALP എക്സാംസ് ഉണ്ട്. അപ്പൊ ഈ ഏകദേശം എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ ഇനി വരാൻ പോകുന്ന, നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഏത് എക്സാം ആണ്? നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് NTPC ഗ്രൂപ്പ് ഡി എക്സാംസ് ഒക്കെയാണ്. അപ്പോൾ ഈ എക്സാംസിന് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പാരാമെഡിക്കൽ എക്സാംസിന് ശേഷം അടുത്ത വരേണ്ട എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ ഗ്രാജുവേറ്റ് എക്സാം ആണ്. പാരാമെഡിക്കലിന് ശേഷം വരാൻ പോകുന്ന റെയിൽവേ എക്സാം ഏതാണ്? റെയിൽവേ ഗ്രാജുവേറ്റ് എക്സാം ആണ്. ഓക്കെ, റെയിൽവേ ഗ്രാജുവേറ്റ് എക്സാം. അപ്പോൾ മാർച്ചിൽ എക്സാം കഴിഞ്ഞ റെയിൽവേയുടെ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് മാർച്ച് 13-ന് എക്സാം, പാരാമെഡിക്കൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അടുത്ത ദിവസം, അതായത് മാർച്ച് എൻഡിൽ തന്നെ NTPC ഗ്രാജുവേറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഈ NTPC അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം ആണ്. കുറച്ചധികം ദിവസങ്ങളായിട്ട് നീളുന്ന എക്സാം ആയിരിക്കും. അപ്പോൾ ആ ഒരു മാർച്ച് എൻഡിൽ വരാനുള്ള ചാൻസിനേക്കാളും ബെറ്റർ ഏപ്രിൽ ആ ഒരു സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും റെയിൽവേ NTPC ഗ്രാജുവേറ്റ് എക്സാം സ്റ്റാർട്ട് ആവാനായിട്ടാണ് ഒരു പോസിബിലിറ്റി കാണുന്നത്.
അപ്പൊ അതിനുശേഷം ഗ്രാജുവേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ടാകും. അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് വരിക, നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം വരിക. അപ്പൊ ഇപ്പൊ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ആണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ജനുവരിയിൽ തീരേണ്ടിയിരുന്ന എക്സാം ഡേറ്റ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 4 മുതൽ 10 വരെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ 10-ന് ഗ്രൂപ്പ് ഡി കഴിഞ്ഞാൽ 11-നും 12-നുമാണ് സെക്ഷൻ കൺട്രോളറിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ, 11-നും 12-നും സെക്ഷൻ കൺട്രോളർ ഉണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് എന്ത് വരുന്നത്, ആ ഒരു ഫെബ്രുവരി 11, 12 സെക്ഷൻ കൺട്രോളർ ഡേറ്റ് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളായിട്ട് ALP ഉണ്ട്. ALPക്ക് ശേഷം വരുന്നത് JEയുടെ എക്സാം ആണ്. അതിനുശേഷം ടെക്നീഷ്യൻ, പിന്നെ പാരാമെഡിക്കൽ, ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന RRB NTPC ഗ്രാജുവേറ്റ് എക്സാം. ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ എല്ലാം പടപടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മാർച്ച് എൻഡ്, മോസ്റ്റ് പ്രോബബ്ലി ഏപ്രിൽ മെയ് ടൈമിൽ നമുക്ക് റെയിൽവേ NTPC ഗ്രാജുവേറ്റ് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ടാകും. അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി എക്സാം ഉണ്ടാകും. അപ്പൊ ഇതായിരിക്കും ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റെയിൽവേ NTPC എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ് ഒക്കെ കണ്ടല്ലോ. ഇനി എന്താണ്, ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക അല്ലെ. കറക്റ്റായിട്ട് പഠിച്ച് ആ ഒരു പാറ്റേൺ, ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇനി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ RRB റെയിൽവേ NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡല്ല, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസും നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മുടെ PDF നോട്ടുകൾ, അല്ലെങ്കിൽ ഡൗൺലോഡബിൾ ഫോമാറ്റിലുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് തന്നെ ഇത് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഇല്ലാതെ എന്ത് എക്സാം. അപ്പൊ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, എക്സാം ഓറിയന്റഡ് സെഷൻസ് ഉണ്ടാകും. എല്ലാത്തിലും ഉപരി നിങ്ങളുടെ എക്സാം എക്സാം റിലേറ്റഡ് ആയിട്ടോ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ കൂടി ഉണ്ടാകും. അപ്പോൾ ഇനി നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ, പെട്ടെന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. എക്സാം അധിക ദിവസങ്ങളില്ല. നമ്മൾ നോക്കുമ്പോൾ ഉണ്ട്, സമയമുണ്ട്, മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഫുൾ ഒരു സിലബസ് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളോടൊപ്പം തന്നെ AZB അക്കാഡമിയോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്